കർത്താവിനെ ആരാധിക്കാനായിട്ട് ഒരിക്കൽ കൂടെ ഈ ഭൂമിയിൽ യേശു നമുക്ക് ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സമയമൊട്ടും കളയാതെ വളരെ വേഗം ദൈവവചന ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരികയാണ്. ഈ വെള്ളിയാഴ്ച യാക്കോബിൻ്റെ ലേഖനം ആധാരമാക്കി പ്രാർത്ഥന ഫലിക്കും എന്നുള്ള കാര്യമാണ് അമ്മി ഈ വെള്ളിയാഴ്ച ധ്യാനിച്ചത്. സ്തോത്രം. ഇപ്പോഴും ഇന്നും അതേ മെസ്സേജാണ് തുടരുന്നത്. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും. യേശുവിനെ അറിയുന്ന എല്ലാവരും ഒരളവ് വരെ പ്രാർത്ഥിക്കുന്നവരാണ്. ചിലർ കുറച്ച് പ്രാർത്ഥിക്കും, ചിലർ ഒത്തിരി പ്രാർത്ഥിക്കും, ചിലർ എപ്പോഴും പ്രാർത്ഥിക്കും. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത്? ആ ചോദ്യത്തിനൊക്കെ ഉള്ള മറുപടിയാണ് ഇന്ന് പ്രസംഗിക്കാൻ പോകുന്ന ആത്മീക സന്ദേശം. യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് പറയുകയാണ്, നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. നമുക്ക് ആദ്യം ഒന്ന് വിശ്വാസം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പറയാം, നിന്റെ പ്രാർത്ഥന ഫലിക്കുമെന്നൊന്ന് പറ. സ്തോത്രം. ഇനി ആദ്യ ഭാഗം പ്രസംഗിക്കുവാൻ സമയം അനുവദീനമല്ലാത്തത് കൊണ്ട് മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് പ്രാർത്ഥന ഫലിക്കുമെന്ന വിഷയത്തെ ഒന്ന് ധ്യാനിക്കാനായിട്ട് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറയും. പ്രാർത്ഥനയെക്കുറിച്ച് യേശു പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ, പ്രാർത്ഥന തന്നെ ഒരു ശക്തിയാണ്. എന്നാൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഇരട്ടി ശക്തിയാണ്. ഹല്ലേലൂയ. അവിടെ കർത്താവ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്കത് ലഭിക്കും. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് വെച്ചെന്ന് പറയാം, ഉടനെ ലഭിക്കുമെന്ന് പറ. ഇതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് വിശ്വാസം പറയിക്കുക. ഉടനെ പ്രാർത്ഥനയുടെ മറുപടി എന്ത് ചെയ്യും? ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗത്ത് ഈ യാക്കോബിന്റെ ലേഖനം തുടങ്ങുമ്പം യാക്കോബ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5-6 വാക്യം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവന് ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. ഒന്നും സംശയിക്കാതെ എങ്ങനെ യാചിക്കണം? അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ആദ്യം ഉണ്ടാകേണ്ടത്, പ്രാർത്ഥന വരുന്നതിന് മുമ്പ് ഉണ്ടാകേണ്ടത് വിശ്വാസമാണ്. സ്തോത്രം. ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞു, യേശുവിൻ്റെ അടുക്കൽ ഒരു രോഗി ചെന്നപ്പോൾ യേശു ചോദിച്ചു, ഇത് ചെയ്തു തരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? അല്ലെങ്കിൽ നീ വിശ്വസിക്കുന്നോ? ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന വിഷയം, അത് ചെയ്തു തരാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? ഓ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എനിക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യം വന്നു. ആ 10 ലക്ഷം രൂപ തരാൻ കഴിവില്ലാത്ത ഒരാളോട് ഞാൻ 10 ലക്ഷം രൂപ ചോദിച്ചാൽ അദ്ദേഹം വായും വിളിച്ച് നിൽക്കത്തുള്ളൂ. മറിച്ച് ഞാൻ ജോഷി പാഷയോട് 10 ലക്ഷം രൂപ ചോദിച്ചാലോ, അദ്ദേഹത്തിന് തരാനുള്ള ആസ്തി ഉള്ളത് കൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അതെനിക്ക് തരും. നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഞാനൊരു പേര് പറഞ്ഞു. ദൈവദിവസം അല്ലെ, റോബിനോട് ഞാൻ ചോദിക്കുക, എനിക്കൊരു 10 ലക്ഷം രൂപയുടെ ആവശ്യമാണ്, എനിക്കത് ഞാൻ എന്താ ഇവിടെ പറയാൻ പോകുന്നു? സ്തോത്രം. ഇവിടെ കർത്താവ് ചോദിക്കാൻ, നിങ്ങൾ കൊണ്ടുവന്ന വിഷയമല്ല പ്രശ്നം, ഇത് ചെയ്തു തരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ പ്രാർത്ഥിക്കുന്നവൻ ആദ്യം വേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഹല്ലേലൂയ. യാക്കോബ് പറയുന്നത് കേട്ടെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ ഒന്നും സംശയിക്കാതെ, ഹല്ലേലൂയ, എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. വിശ്വാസത്തോടെ യാചിക്കണം, സംശയിക്കരുത്. ഈ ദൈവത്തിന് സാറ വിശ്വസിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, അവിശ്വാസം വരരുത്, സംശയം വരരുത്. അവിശ്വാസത്തിന് അനിയനാ സംശയം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ സംശയവും അവിശ്വാസവും ഉണ്ടാകരുത്. എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ
വിശ്വാസത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന ഒരു ആത്മീയാർത്ഥം പറയാം. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിലെ വിശ്വാസം ദുഷ്ടന്റെ തീയമ്പുകൾക്ക് മുമ്പിൽ പരിചയ. കേട്ടോ, പ്രാർത്ഥിക്കുന്നവന് പരിചയ. ശത്രു ഏത് അമ്പ് വിട്ടാലും ഈ വിശ്വാസത്തിന്റെ പരിചയ തട്ടി ശൂന്യമായിക്കോളും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പം നമ്മൾ ഇനിയും വാക്യത്തിലേക്ക് വരിക. അപ്പം മത്തായി സുവിശേഷം 21 വായിച്ചത്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. എന്ത് യാചിച്ചാലും. അപ്പൊ ചോദിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാം കിട്ടുമോ? അടുത്തിരിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്ന എല്ലാം കിട്ടുമോ എന്ന് ചോദിച്ചു. കിട്ടുമോ? നിങ്ങൾ ഇനി എന്നെ നോക്കി പറഞ്ഞോട്, കിട്ടുമോ? ഇല്ല. പ്രാർത്ഥിക്കുന്ന എല്ലാം കിട്ടത്തില്ല. നിങ്ങൾക്കൊക്കെ മനസ്സിലാകാനായിട്ട് ഞാനൊരു സന്ദേശത്തിലോട്ട് വരാം. 1 യോഹന്നാന്റെ ലേഖനം എടുത്തേ. 1 John chapter 5 verse 14 and 15, 14-15 വാക്യങ്ങൾ. ഹല്ലേലൂയ. 1 യോഹന്നാൻ 5:14-15 വാക്യങ്ങൾ. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാം കിട്ടത്തില്ല. നമ്മൾ ചോദിക്കുന്നതിനകത്ത്, പ്രാർത്ഥിക്കുന്നതിനകത്ത് ദൈവ ഇഷ്ടമുണ്ടായിരിക്കണം. എന്തുവാണ്? ദൈവ. അപ്പൊ ചോദിക്കുന്ന എല്ലാം കിട്ടുമെന്നല്ല, എന്ന് പറഞ്ഞാൽ ദൈവ ഇഷ്ടപ്രകാരമുള്ളത് കിട്ടും എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ ദൈവേഷ്ടം എന്തുവാന്ന് അറിയുന്നത് എങ്ങനെ ദൈവേഷ്ടം അറിയുന്നത്? സ്തോത്രം. ഒരേ പ്രവാചകൻ എടുക്കുമ്പോൾ പ്രാർത്ഥിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവ അല്ല. സ്തോത്രം. എൻ്റെ മോന് 10 വയസ്സുള്ള സമയത്ത്, 10 വയസ്സ് ഉള്ള സമയത്ത് അവൻ്റെ 10ാമത്തെ വയസ്സിന്റെ ബർത്ത്ഡേ തികഞ്ഞപ്പോൾ, ആമ്പിള്ളാരല്ലേ, ഞാൻ അവനൊരു സൈക്കിള് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. ഈ ബർത്ത്ഡേക്ക് അവൻ എന്താ കൊടുക്കണം? സൈക്കിൾ. അപ്പോൾ അവൻ എൻ്റെ അടുക്ക് വന്നിട്ട് പറയുക, ഡാഡി, എൻ്റെ 10ാമത്തെ വയസ്സിന്റെ ബർത്ത്ഡേക്ക് എനിക്കൊരു കാറ് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞാൽ, ചോദ്യം, ഞാൻ വാങ്ങിച്ചു കൊടുക്കുമോ? നിങ്ങളതിനെ നോക്കാം. കാറ് വാങ്ങിക്കാൻ കാശില്ലെന്നല്ല അർത്ഥം. കാറ് ഇവൻ ഓടിക്കത്തില്ലെന്നല്ല അർത്ഥം. ഈ പ്രായത്തിൽ ഇവന് കാറല്ല വേണ്ടിയേ, സൈക്കിളാ വേണ്ടി. എന്നാൽ 18 വയസ്സ് തോന്നിഞ്ഞ് 19ാമത്തെ വയസ്സിൽ അവൻ തന്നെ കാറ് വാങ്ങിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന എല്ലാം ലഭിക്കത്തില്ല, ദൈവഹിതമുള്ളത് ലഭിക്കും. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഞാനൊന്ന് ഇച്ചിരി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാണ്. ഹല്ലേലൂയ. ഇനി ചോദ്യം, എങ്ങനെയാണ് നമ്മൾ ദൈവഹിതം അറിയുന്നത്? സ്തോത്രം. നമുക്ക് വചനത്തിലോട്ട് തന്നെ പറയാം. വചനത്തിലോട്ട് നമുക്ക് തന്നെ ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ഈ ദൈവ ഇഷ്ടം പ്രകാരം അപേക്ഷിക്കണം. ഈ എങ്ങനെയാണ് ദൈവ ഇഷ്ടം നമ്മൾ അറിയുന്നത്? സ്തോത്രം. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ചിലരോട് പറയാം, പ്രാർത്ഥിക്കുന്ന എല്ലാം കിട്ടിയില്ല, നിരാശപ്പെടരുത്. ഹല്ലേലൂയ. നിനക്കെന്തു തരണമെന്ന് അപ്പൻ ഇഷ്ടമുണ്ടോ അതപ്പൻ തന്നിരിക്കും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ എങ്ങനെയാണ് ദൈവ ഇഷ്ടം അറിയുന്നത്? നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ? ദൈവ ഇഷ്ടം എങ്ങനെ അറിയുന്നത്? ബൈബിൾ വായിക്കണോ, മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണോ, 21 ഉപവസിക്കണോ? ദൈവ ഇഷ്ടം അറിയാൻ നമുക്ക് ബൈബിളിലോട്ട് തന്നെ പോകാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എടുക്കാം, 2-ാം അധ്യായം എടുക്കാം, 11-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യനിൽ ഉള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനൊരു മനുഷ്യനാണെങ്കിൽ എൻ്റെ മനസ്സിലൂടെ ഓടുന്ന എല്ലാ കാര്യങ്ങളും എനിക്കല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. ഒരു പ്രവാചകനും വന്ന് വെളിപ്പെടുത്തി തരത്തില്ല.
എൻ്റെ പിള്ളേർക്ക് അതറിയത്തില്ല, എൻ്റെ ഭാര്യയ്ക്ക് അതറിയത്തില്ല, ആർക്കും അറിയാൻ പറ്റത്തില്ല. കാരണം മനുഷ്യനിലുള്ളത് മനുഷ്യന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത പദം കേട്ടെ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അവണ്ണം ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ദൈവഹിതം അറിയണമെങ്കിൽ അത് ദൈവാത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി മനസ്സിലാക്കി തരാം. അമ്മി, എങ്ങനെയാണ് ദൈവഹിതമുള്ള പ്രാർത്ഥന നടത്തുന്നത്? എങ്ങനെയാണ് ദൈവത്തിന് സ്തോത്രം അമ്മി ദൈവത്തിന്റെ ഇഷ്ടമുള്ള പ്രാർത്ഥന നടത്തുന്നത്? ഒരു ഒറ്റ വഴി ഞാൻ പറയാം. അത് ദൈവാത്മാവിൽ കൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ബുദ്ധിയിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറ്റവും പവർഫുള്ള് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതാണ്. ഓ ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നീ ദൈവാത്മാവിൽ ചിലത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഓ ഹല്ലേലൂയ. അമ്മ, ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിനകത്ത് ചിലത് ലഭിക്കാൻ പോകുകയാ. നീ പ്രാർത്ഥിച്ച ചില വിഷയത്തിന് നിന്റെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റും. ഓ, തിരിച്ചറിവുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഹമ്മി, ഈ ഞാൻ പറയാം, മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നതിനാൽ, ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുന്നതിനാൽ, ഹിന്ദിയിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല പ്രാർത്ഥന ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഓ ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ആത്മാവിലെ പ്രാർത്ഥനയുടെ ഗുണം അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് പറ. ഓ ഹല്ലേലൂയ. ഈ ആത്മാവിലെ പ്രാർത്ഥനയുടെ പ്രത്യേകത പറയാം. ദൈവത്തിന് സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം എടുത്തേ, 8-ാം അധ്യായം എടുത്തേ. ഹല്ലേലൂയ. ഇന്ന് ചിലരുടെ പ്രാർത്ഥന വലിയ ദൈവഹിതത്തിലേക്ക് വരാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ നിന്റെ വീടിനകത്ത് ചിലത് ലഭിക്കുന്ന ദിവസങ്ങളാണ്. വിശ്വസിക്കുന്ന നിന്റെ മുമ്പിൽ നിന്ന് പരാജയങ്ങൾ വഴിമാറാൻ പോകുകയാ. ദൈവഹിതമുള്ള ചില കാര്യങ്ങൾ നിന്റെ വീടിനകത്ത് നിവർത്തിക്കപ്പെടാൻ പോവുക. ഓ, റോമർക്ക് എഴുതിയ ലേഖനം എടുത്തേ, അമ്മി 8-ാം അധ്യായം എടുത്തേ, 26-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. ഓ, ആത്മാവിന്റെ പ്രത്യേകത, നമ്മുടെ ബലഹീനതയ്ക്ക് ഈ ആത്മാവ് എന്ത് ചെയ്യും? തുണ നിൽക്കും. അങ്ങോട്ട് തുണ നിൽക്കും. പിന്നെ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാതം വേണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ നിനക്കറിയത്തില്ല. പക്ഷേ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ഓ കണ്ടോ, യേശുവിന്റെ നാമത്തില് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാ, ഒരു പൈശാചിക ശക്തിക്കും തടയാൻ പറ്റാത്ത പ്രാർത്ഥനയാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. ഓ ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന ശത്രുവിന് ഭയമാകട്ടെ, നിന്റെ പ്രാർത്ഥന എതിരാളിക്ക് ഭയമാകട്ടെ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക, ദൈവഹിതം അറിഞ്ഞു പ്രാർത്ഥിക്ക. ഞാൻ ഒരു വലിയ കാഴ്ച ഈ ശുശ്രൂഷ നടക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ലോർഡ്, ഒരു പ്രദേശം മുഴുവൻ കാർമേഘങ്ങൾ കൊണ്ട് മൂടി, വെളിച്ചം വ്യാപരിക്കേണ്ട പ്രതലങ്ങളിലെല്ലാം ഇരുട്ട് വ്യാപരിക്കാൻ തുടങ്ങി. ഓ, ഉടനെ ആ പ്രകൃതിയിൽ ഒരു കാറ്റാഞ്ഞു വീശുക. ആ കാറ്റ് വരുമ്പോൾ അവിടെ ഒരു കാര്യം നടന്നു. ജീസസ് അമ്മ, ഉരുണ്ടുകൂടിയ കാർമേഘങ്ങളെ ഈ കാറ്റ് ചുരുട്ടാൻ തുടങ്ങി. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുക, നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങളൊക്കെ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഏതു വഴിക്കൂടെ നിന്റെ കുടുംബത്തിന് ഇരുള് വന്നോ അതേ വഴിയില് ചിലരുടെ അകത്ത് ആത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള നിയോഗം. നിന്റെ കടബാധ്യത മാറാനെന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചേ നിന്റെ വഴി ഓപ്പൺ ആകാൻ യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽ ആരും കാണാതെ നിന്റെ ബെഡ്റൂമിനകത്ത് കയറിയിരുന്നോണ്ട് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. എന്തോ ലഭിക്കുവാൻ പോകുന്നു. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഫലിക്കുക. പ്രാർത്ഥന ഇന്ന് ഫലിക്കും. നിന്റെ സന്തതിക്ക് പ്രാർത്ഥന. ആരുടെയോ ഉള്ളിൽ ദൈവശക്തി വ്യാപരിക്കും.
സാഹചര്യം നോക്കരുത്, സംശയിക്കരുത്. ഓ, ആത്മാവിൽ പ്രാർത്ഥിച്ച് 1-2 മിനിറ്റുകൾ സഭ മുഴുവൻ യേശു വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിനക്കത് ലഭിക്കും. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയും വിശ്വസിക്കുന്നവന്റെ പ്രാർത്ഥനയും രണ്ടാണ്. വിശ്വസിക്ക, നിന്റെ വീട് ഒരു അത്ഭുതത്തിന് വഴിതെളിയാൻ പോവുക. നിന്റെ സന്തതിമേൽ ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയട്ടെ. ലോർഡ്, നമ്മുടെ ഈ ചർച്ചിന്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ എത്തിയ സമയത്ത് ഇവിടെ രാജീവ് ബ്രദറും എല്ലാവരും ഉണ്ട്. ഈ ലൈറ്റ് ഓൺ ആക്കുന്നതിന് മുമ്പ് ഈ ലൈറ്റ് ഓൺ ആക്കാൻ ഇനിയും വേണ്ടിയ പൈസയെ കുറിച്ച് ഇതിന്റെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവരും മറ്റുള്ളവരും കൂടി എൻ്റെ ഒരു പേപ്പറിലൂടെ കണക്കെഴുതി തന്നു. ആ കണക്ക് 55 ലക്ഷം രൂപ വേണം. ഒരു വീട് വെക്കാനുള്ള കാശ് വേണം. 55 ലക്ഷം പോയിട്ട് 55,000 രൂപ എൻ്റെ കയ്യിലില്ല. ഞാൻ എൻ്റെ വീടിനപ്പുറത്തെ ഓഫീസ് റൂമിൽ പോയി അല്പനേരം ആത്മാവിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന വിഷയം എവിടുന്നെങ്കിലും ഇതിനൊരു വഴി തുറക്കണം. ഞാൻ നിങ്ങളോട് കാര്യം പറയാം. ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, അത് ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കണം. ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. ചില കുടുംബങ്ങൾക്കകത്ത് ദൈവഹിതപ്രകാരമുള്ള മറുപടി ഉടനെ ഉണ്ടാകും. പ്രാർത്ഥിക്കുന്ന എല്ലാം ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല, ദൈവഹിതമുള്ള. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടില്ലേലും ആത്മാവിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീട്ടിൽ പോയി ലിനിയോടും പറഞ്ഞു, അവിടെയും പ്രാർത്ഥന തുടങ്ങി. തിരിച്ച് ഞാൻ അതേ ഓഫീസിൽ വന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇടുന്ന ഒരു മാറ്റുണ്ട്. ആ മാറ്റിന്റെ മണ്ടയ്ക്ക് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ വാക്കില്ല, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. പ്രയർ കഴിഞ്ഞ് എഴുന്നേറ്റെന്റെ ചെയറിലിരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ 5 കോള്. ലോർഡ്, ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഞങ്ങളെ എറണാകുളത്ത് നിന്ന് വിളിക്കുക. എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുക, പാസ്റ്ററെ, ചർച്ച് പണി നടക്കുമല്ലയോ, പൈസ ആവശ്യമുണ്ടോ? ഞങ്ങളുടെ ബിൽഡിംഗ് വിറ്റാൽ കുറച്ച് പൈസയുണ്ട്, പിന്നെ സൗകര്യമുള്ളപ്പോൾ തന്നാൽ മതി. ലോർഡ്, അപ്പം ഞാൻ ചോദിച്ചു, എത്ര രൂപ ഉണ്ട്? 55 ലക്ഷം. അന്ന് വൈകിട്ട് 6:15 എൻ്റെ വീട്ടിൽ 55 ലക്ഷം രൂപ അവർ കൊണ്ടു തന്നു. അവരുടെ ബിൽഡിംഗ് വിറ്റ പൈസയാ. ചോദ്യം, അവർക്ക് ബാങ്കിലിട്ട പലിശ കിട്ടത്തില്ലേ? അതിലൊക്കെ മീതയാ നിന്റെ പ്രയർ. ഞാൻ എന്തിനാ ഈ ദൂത് നിന്നോട് പറഞ്ഞ? ഇന്നും നീ വിശ്വസിക്കണം. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കും. ആരോടൊക്കെ ദൈവം സംസാരിക്കുക? വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ വീട്ടിൽ ആ കൃപാവരം ജ്വലിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ ബ്ലോക്കായ അനുഗ്രഹങ്ങൾ ഇനി വിശ്വാസത്തിന്റെ അടുത്ത തലങ്ങളിൽ കയറിയുള്ള പ്രയറുണ്ട്. സ്തോത്രം. എത്രത്തോളം അത് മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഈ ബൈബിളിൽ യാക്കോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. വായിക്കുമെന്ന് വേണ്ട, ഞാൻ അടുത്ത വാക്യത്തിലോട്ട് വരാം. ആ മനുഷ്യൻ ദൈവത്തോട് പറയുക, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. അവനറിയാം അനുഗ്രഹിക്കുന്നവൻ ദൈവമാണ്, അവൻ മാത്രമേ അനുഗ്രഹിക്കത്തുള്ളൂ. ഞാനൊരു ദൂത് പറയാം, നിന്റെ ബന്ധുക്കാര് കളിയാക്കുമ്പോ പേടിക്കരുത്. നീ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഓ ലോർഡ്, ഇന്ന് ചിലരുടെ മേൽ ഈ അനുഗ്രഹം വീഴട്ടെ. ഇന്ന് ചിലരുടെ ശിരസിന്മേൽ സാഹചര്യം ഒന്നും നോക്കി പേടിക്കരുത്. ഞാൻ നോക്കിയേ,
നിന്റെ 50 ലക്ഷത്തിന്റെ കടം നിനക്കാ വലുത്, ദൈവത്തിനത് വലുതല്ല. നിന്റെ ക്യാൻസർ നിനക്കാ വലുത്, ദൈവത്തിനത് വലുതല്ല. നിന്റെ മോന്റെ വഴി അടഞ്ഞത് നിനക്കാ വലുത്, ദൈവത്തിനത് വലുതല്ല. ദൈവത്തെ ദൈവത്തിന്റെ റേഞ്ചിൽ കണ്ടേ. ഒരു ദൈവപൈതന്റെ പ്രൗഢി എന്നാന്നറിയോ? അവൻ സേവിക്കുന്നവൻ സർവത്തിന്റെ ഉടമസ്ഥനാ. ചിലർക്ക് ചോദിക്കും നിനക്കാരുണ്ട്, ചോദിക്കുന്ന നിന്നോട് ചോദിക്കാം നിനക്കാരുണ്ട്? ഞങ്ങൾക്കൊണ്ട ഒരുവൻ. സങ്കീർത്തനക്കാരനോട് എടുക്ക ചോദിച്ചു നിന്റെ ദൈവം എവിടെയെന്ന് ജാതികൾ ചോദിക്കുന്നു. അവൻ പറയാ എന്റെ ദൈവമോ ഇന്നും നമ്മുടെ നടുവിലുണ്ട്. ചുരുട കേറി പറഞ്ഞാൽ എന്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ ഇന്ന് പ്രസംഗിച്ചപ്പോ പറഞ്ഞേ, ഇപ്പൊ ലാലു എന്നോട് പറയുക, എല്ലാവരും ഓർക്കും ലാലുവിനെ എപ്പോഴും എന്താ പറയുക, ജോണി പാഷ പറയാം. ജോണി പാഷ എന്നോട് പറയാ, പാഷ ഭയങ്കര ഭാരോ, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറയാന്നിരിക്കട്ടെ. ലാലു മുമ്പോട്ട് എന്നിട്ട് ജോണി പാഷയോട്, പക്ഷേ എൻ്റെ കഴുത്തെ കൂടെ ഒന്ന് കൈയിട്ടേ എന്ന് പറഞ്ഞാൽ ആ 2 കയ്യേലും പിടിച്ചോണ്ട് ജോണി പാഷ ഇങ്ങനെ എടുത്തോണ്ട് ഇതിലെ കൂടെ നടക്കുമ്പോൾ ജോണി പാഷ എന്നോണ്ടെന്ന് ചോദിച്ചാൽ പുള്ളി എന്താ പറയുന്നറിയോ? ഇപ്പോൾ ഒരു കുഴപ്പം, എല്ലാം ഫ്രീയാ, എൻ്റെ വെയിറ്റ് അറിയുന്നില്ല, ഭാരം അറിയുന്നില്ല, എന്നാ കാര്യം ഒരാൾ എടുക്കുക. ഇതാ യഥാർത്ഥമായിട്ട് നടക്കുന്നത്. ഒരു ദൈവം വീട് പണിയുക, അവൻ്റെ വാക്ക് കേട്ടോ, യഹോവ വീട് പണിയുന്നു. ഒരാമയും വരുന്നില്ല. മനസ്സിലായോ? ഒരു കുഞ്ഞിനെ കല്യാണം വരുന്നു, യഹോവ കല്യാണം നടത്തുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയോ, ഈ ആരാധനയ്ക്ക് വരുമ്പോൾ ഈ നമുക്ക് നമ്മുടെ കഴിവറിയാമല്ലോ. നമ്മളിപ്പോൾ പൊതുവെ എല്ലാവരും കേക്ക് ഭയങ്കര ബ്ലണ്ടറൊക്കെ കയറി അടിച്ചാലും സ്തോത്രം, നമ്മുടെ കഴിവ് നമുക്ക് ഞാൻ വലിയ സംഭവമാണ്, നമ്മളൊന്നും അല്ലെന്നുള്ള കാര്യം നമുക്ക് മാത്രം അറിയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അനുഗ്രഹം വരുമ്പോൾ ഈ ആരാധനയ്ക്ക് പൊട്ടിക്കരയുന്ന രഹസ്യം ഇത് നമ്മുടെ റേഞ്ചിനപ്പുറത്താണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നെ നിന്നെ ഒരാൾ എടുത്തോണ്ട് നടക്കുക. ഇസ്രായേലിനെ കുറിച്ച് പറയാം, ഒരപ്പൻ തന്റെ മകനെ വഹിക്കും പോലെ ഇവിടെ എത്തും വരെ. നിങ്ങളെന്നെ ഇച്ചിരൂടെ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. യാക്കോബിന് ഒരു കാര്യം വെളിപ്പെട്ട്, കൂടുതലൊന്നും വെളിപ്പെട്ടില്ല. അനുഗ്രഹിക്കാൻ അവന് മാത്രമേ പറ്റൂ. ഞാൻ തുറന്ന് പ്രസംഗിക്കുക, അനുഗ്രഹിക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റൂ. നീ എത്ര ശപിക്കപ്പെട്ടവനായാലും ഒറ്റ നിമിഷം കൊണ്ട് നിന്നെ ബ്ലസ് ചെയ്യാൻ ദൈവത്തിന് കഴിയും. നീ എത്ര ഗതികെട്ടവനായാലും നിന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയും. ആ മനുഷ്യന്റെ പ്രാർത്ഥന കേട്ടോ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ, എടാ അതൊക്കെ ആ പ്രയർ. മുറിക്കകത്ത് കയറി വാതിലടച്ച് അതിന് അനിപ്പാസ് അവിടെ വരണ്ട, ജോഷിപ്പാസ് വരണ്ട, ജോണിപ്പാസ് വരണ്ട, ഞങ്ങളാരും തലേ കൈവെക്കണ്ട, ഇത് നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവഹിതം അറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് പകലൊരു ദൂത് പറയാം, നിന്നെ ഒതുക്കാൻ വരുന്ന യേശാവിനെ ഒതുക്കുന്ന പ്രാർത്ഥനയാണിത്. ആരാധിക്കുന്ന ചിലരോട് ഞാൻ നിനക്ക് പ്രാർത്ഥിക്കാൻ അവസരം തന്നിരിക്കുക, നിനക്ക് പ്രാർത്ഥിക്കാൻ അവസരം തന്നിരിക്കുക. ഈ വെല്ലുവിളി നിന്നെ തകർക്കാനല്ല, നിന്നെ പ്രാർത്ഥിപ്പിക്കാനാ. നോക്കിയേ, ആർക്കുമില്ലാത്ത പ്രോബ്ലം നിനക്ക് വരുന്ന ഓർത്തോണം. ലോർഡ്, ആരും അനുഭവിക്കാത്ത കരസ്പർശനം നീ അനുഭവിക്കും. ഒരാമയും പറയണം. നിന്റെ റേഞ്ചിന് അപ്പുറത്തൊരു കാര്യം വന്ന ഓർത്തോണം, അത് നീയല്ല ചെയ്യുന്നത്, നീ സേവിക്കുന്ന ദൈവമാ ചെയ്യുന്നത്. എത്ര പേർ കൂടപ്പെട്ട് നിന്റെ ചിന്തകൾക്കപ്പുറത്ത്, നിന്റെ വിചാരങ്ങൾക്കപ്പുറത്ത്, നിന്റെ ഓ ലോർഡ്, ലോർഡ്, ഒരു അച്ഛനും അമ്മാമ്മയും കൂടെ എന്നെ കാണാനായിട്ട് വന്നു. എന്നിട്ട് എന്നോട് അവരുടെ സാക്ഷ്യം പറയാ, പക്ഷേ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, മോടെ കല്യാണമായി,
ആകെ പല നാൾ കൊണ്ട് 10,000 ബാങ്കിലിട്ടിട്ട് 1,00,000 രൂപയുണ്ട്. 1,00,000 രൂപ കൊണ്ട് കൊച്ചിന് ഡ്രസ്സ് എടുക്കാൻ പോലും തികയത്തില്ല. പാസ്റ്ററെ, കല്യാണത്തിന് കുറിയൊക്കെ അടുപ്പിച്ചു, 10 പൈസ കയ്യിലില്ല. പക്ഷെ ഞങ്ങളെന്നും ആത്മാവി പ്രാർത്ഥിക്കും. കുറേ ആ ധൈര്യം കൊണ്ടുപോകണം. ലോർഡ് എന്നോട് പറയുക, കല്യാണം കഴിച്ച ചെറുക്കന് 10 ലക്ഷം കൊടുത്തു. 10 ലക്ഷം. കല്യാണം എല്ലാം കഴിഞ്ഞപ്പം സർവ്വതും കഴിഞ്ഞ് മീതി ഞങ്ങളുടെ 1 ലക്ഷം. 1 ലക്ഷം കൊണ്ട് തുടങ്ങിയതാ. എന്നിട്ട് അവർ 2 കവിളും കണ്ണുനീരിങ്ങനെ ഒഴുക്കിയിട്ട് പറയുക, ദൈവം ചെയ്തതാ ബ്രദറെ. അതെന്താ കാര്യം? അത് ആരും പറഞ്ഞാൽ, സാക്ഷിയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, അനുഭവം ഉണ്ടാവണം. ആർക്കുമില്ലാത്ത പ്രതിസന്ധി നിനക്ക് വന്നാൽ ഓർത്തോട്, ആർക്കുമില്ലാത്തത് നിനക്ക് വരും. ആർക്കുമില്ലാത്ത ഇതെന്തൊരു പരിശോധനയെന്ന് ചോദിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഇത് പരിശോധനയല്ല, ഇതൊരു മൽപ്പിടുത്തത്തിനാണ്. യാക്കോബേ, പ്രയറിന്റെ മറുപടി ലഭിക്കും. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, മറുപടി ലഭിക്കാൻ സമയമായെന്ന് പറ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ആത്മാവി കാണുക, മറുപടി ഈ ദിവസങ്ങളിൽ നിന്റെ വീടിന്റെ ഡോറിൽ മുട്ടും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത പ്രാർത്ഥനയുടെ രീതി മാറട്ടെ, പ്രാർത്ഥനയുടെ സ്വഭാവം മാറട്ടെ. കുറുക്കു വഴികളില്ല, എളുപ്പ വഴികളില്ല, കൺകട്ടില്ല, മാജിക് ഇല്ല, അത്ഭുതങ്ങളില്ല. പ്രാർത്ഥിച്ചാൽ നടക്കും. ഈ മലാക്കിയുടെ പ്രവചനത്തിൽ വാക്യം വായിക്കണ്ട, അത് അങ്ങോട്ട് പോകുന്നില്ല, വാക്യത്തിലേക്ക് വരുക. മലാക്കിയുടെ പ്രവചനത്തിൽ വാക്യമുണ്ട്, ഞാൻ നിനക്ക് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? നാളെ രാവിലെ മേളിൽ നിന്നൊരു ഡോറ് തുറന്നു വെച്ച് ഇതെല്ലാം കൂടെ താഴോട്ട് ഒഴുകുമെന്നല്ല. അത് വചനം പഠിക്കാത്തോണ്ടാ. അതിന്റെ താഴെ എഴുതിയ കേൾക്കണോ? ഞാൻ വെട്ടുക്കിളിയെ, അതായത് ഇപ്പോഴും നിനക്കിതുണ്ട്, പക്ഷേ നിന്റെ നന്മയല്ല ആരും അപഹരിക്കുക, അതിനെ ഞാൻ ശാസിക്കും. ശാസിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് നന്മ വെളിപ്പെട്ട് വരും. മനസ്സിലായോ? നിനക്ക് മനസ്സിലാകാൻ പറയുക, ഇനിയും മുതൽ നിന്റെ ഫലം മൂക്കാതെ കൊഴിയത്തില്ല. നിന്റെ വീട്ടിൽ നന്മ ഉണ്ടായി വരുന്നുള്ളൂ, പക്ഷെ അത് കൊഴിഞ്ഞു പോവുക. ഇനി അത് നടക്കത്തില്ല. ഒരാമയും പറഞ്ഞു കൊടുക്കണം. ഞാനിവിടെ ഇരിക്കുന്ന ഈ ഏലക്കാത്തോട്ടമൊക്കെ ഉള്ള ആൾക്കാർ ഈ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവർ നമ്മളോട് പറയുന്ന, ഇവിടെ ഏലക്കാത്തോട്ടമുള്ള ആൾക്കാർ ഇരിപ്പുണ്ട്, പോട്ടെ, ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഈ ഏലക്കാത്തോട്ടമൊക്കെ ഏലത്തോട്ടമൊക്കെ ഉള്ള ആൾക്കാരുടെ അടുക്കൽ അവരൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റും. എനിക്ക് ഒരു 200 ഏക്കറും 300 ഏക്കറും ഒക്കെ ഏലത്തോട്ടമുള്ള കാലം പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവരെന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നൊരു ഭാഗമുണ്ട്, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചേ. എന്തിനാ? നല്ല ഫലം വേണം. അപ്പം നമുക്ക് ഈ ഏലക്കായുടെ പണി അറിയാത്തതുകൊണ്ട് നമുക്ക് നല്ല ഫലമെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പം ഞാനൊരു ദിവസം ഏലത്തോട്ടത്തിൽ ചെന്നപ്പം അവരോട് ചോദിച്ചു ഇതെന്നാ. അപ്പം അവർ കാണിച്ചു, ഏലത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പൂ വിടർന്നിട്ട് അതിനകത്ത് ഏലക്ക ഉണ്ടായി വരിക. ശ്രദ്ധിക്കാനോ? അപ്പം ഞാൻ ചുമ്മാ ചോദിച്ചു, സ്തോത്രം, ഒരു 30 ഏക്കറുള്ള സ്ഥലത്താണ് ചെന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര നാളെടുക്കും? ഇതൊരു 2-3 മാസം കൊണ്ട് കായാവും. നല്ലതായിട്ട് കാ പിടിച്ചാൽ ഒരു സീസണിൽ 10 ഏക്കറിൽ നിന്ന് 1 രൂപയുടെ കാ കാണും. ഞാൻ ചോദിച്ചു 1 രൂപ എന്ന് പറഞ്ഞാൽ 1 കോടി. കഴിഞ്ഞ വേക്ക് പാസ്റ്റർ എല്ലാം കൂടെ 10 ലക്ഷത്തിൻ്റെ ഉള്ളായിരുന്നു. പക്ഷെ കാ പിടിച്ചാൽ, ഞാൻ നിങ്ങളോട് പറയുക, ഇവിടെ മനസ്സിലാക്കണം, ഈ നന്മയെല്ലാം നിന്നിലുണ്ട്, പക്ഷെ ഇതിനെ എന്തോ കൊണ്ടുപോവുക. പറയാ, ഞാൻ അതിനെ ശാസിക്കും. ദൈവം പറയുക, ഒരാമയും വരുന്നില്ല. ഈ സമയം പോയല്ലോ, പറഞ്ഞു ഫലിപ്പിക്കുക. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്നെ നോക്കിയിരിക്കുക. വേറെ ഭാഗത്ത് ബൈബിളുണ്ട്, ഒരു പ്രവാചകന്റെ ഭാര്യ കടം കയറി പ്രവാചകനെ അടുക്കിച്ചത്. പ്രവാചകൻ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്?
1 ഭരണി എണ്ണ. നിങ്ങൾ ഇരിക്കുന്ന നാട് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന എണ്ണക്കുപ്പിക്കകത്തുനിന്ന് എണ്ണ ഒഴുകുന്നൊന്നും അല്ല ദൂത്. നിന്റെ പിള്ളേരെ കൊണ്ട് വിട്ട് അയൽവക്കത്തെല്ലാം ചെന്ന് വെറും പാത്രം വാങ്ങണം. അയൽവക്കത്തെല്ലാം ചെന്ന് വലിയ ബുദ്ധിമുട്ടുള്ള ജപ്തിക്കിട്ടേക്കുന്ന വീട്ടുകാരോട് ചെന്ന് പാത്രം ചോദിച്ചാൽ തരുമോ? പറ, ഇല്ല. എല്ലാ വീട് കയറി പാത്രം ചോദിക്കുക. ബാങ്കുകാർ വെളി വന്നിരിക്കുക, പാത്രം കൊണ്ട് അകത്ത് കയറി. നീയും നിന്റെ പിള്ളേരും അകത്ത് കയറി വാതിലടച്ച് പകരണം. അതിനർത്ഥം നാളെ എണ്ണ വർദ്ധിക്കുവാൻ നല്ല ദൂത് ഒരുപക്ഷെ നിന്റെ സന്തതിയിലൂടെ ആയിരിക്കും ആ വഴി തുറക്കുന്നത്. ഹോ, ഇന്ന് നീ ഉറപ്പിക്കണം, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടുകയില്ല. ഓ, ഇതൊരു വെറും പ്രയർ അല്ല. ദൈവമേ, എന്നെ അനുഗ്രഹിക്കാതെ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കുവാണേൽ അങ്ങനെ പ്രാർത്ഥിക്കണം. യാക്കോബ് പ്രാർത്ഥിക്കുക, വായിക്കണ്ട, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. ആ പ്രാർത്ഥന എന്തുവാന്ന് ഹോശേയ പ്രവചിച്ചിട്ടുണ്ട്. കരഞ്ഞപേക്ഷിക്കുക. നാട്ടുകാരുടെ മുമ്പിൽ കരയല്ലേ, കടം ചോദിക്കുന്നവന്റെ മുമ്പിൽ കരയരുത്. ആ കരച്ചിലേണ്ട ഒന്നിച്ചു വെച്ച് ദൈവസന്നിധി മുട്ടുകുത്തി കരയണം. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം. എഴുതിയിട്ടോ ചിലരോട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുക, നിന്റെ കണ്ണുനീരിന് റിസൾട്ട് ഉണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അടുത്തിരിക്കുന്ന ആളോടൊരു ചോദ്യം ചോദിക്കാവോ? പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീർ വരുമോ എന്ന് ചോദിച്ചേ. ഇനി ഒരു ചോദ്യം, പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് വരുമെന്നോ? അപ്പൊ ചെല്ലു പറയാ, പ്രാർത്ഥിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ അറിയുന്നേ? ഇന്ന് വീട്ടിൽ ചെന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കണം, കണ്ണുനീര് വരുമോ. ഈ ചിലരുടെ, ഞാനൊക്കെ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം, എന്ത് ചെയ്താൽ കണ്ണുനീര് വരുത്തില്ല. പിന്നെ അന്നേരം ഈ കണ്ണുനീര് വരുത്താനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പം ഒറ്റ കാര്യം അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴാണ് കാര്യം. അന്ന് നമുക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം ഓർത്തച്ച് പെട്ടെന്ന് പ്രാർത്ഥനയിലേക്ക് വരും. ഈ കണ്ണുനീര് വന്നു കഴിയുമ്പോൾ എത്ര പേർക്ക് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് വരും? അവരൊന്ന് കൈപൊക്കിക്കേ. കണ്ടോ, 4-ൽ 1 ഉള്ളൂ. പ്രശ്നം അവിടെ. എന്തു വില കൊടുത്തും ഈ ഹൃദയം തകർന്നാലേ കരയാൻ പറ്റും. ഹൃദയം ഈ കല്ല് പോലിരുന്ന എന്ത് ചെയ്യത്തില്ല. ഞാൻ നിങ്ങളോട് പറയാം, നാട്ടുകാരുടെ ആരുടെ മുമ്പിൽ കരയണ്ട, അവിടെ നിനക്ക് ഒരു കുഴപ്പവും വരത്തില്ല. പക്ഷെ കരയേണ്ടവന്റെ മുമ്പിൽ കരഞ്ഞാൽ, മുട്ടുകുത്തേണ്ടവന്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ നിനക്ക് ഒരു സ്ഥലത്ത് മുട്ടുകുത്തേണ്ടി വരത്തില്ല. കരയേണ്ടവന്റെ മുമ്പിൽ കരഞ്ഞാൽ ഒരു സ്ഥലത്തും നീ കരയേണ്ടി വരികയില്ല. ഒരു ദൈവവചനം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ 2 കാര്യം ആദ്യം പഠിക്കണം. 1, പ്രാർത്ഥിക്കാൻ പഠിക്കണം. 2, വിശ്വസിക്കാൻ പഠിക്കണം. എന്തൊക്കെ പഠിക്കണം? പ്രാർത്ഥിക്കാൻ പഠിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായോ? യോഗത്തിന് നാളെ നിങ്ങളിൽ ഒരാളെ ജോണി പാസ്റ്റർ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുമെന്നല്ല അർത്ഥം. ആ പ്രാർത്ഥനയല്ല. അത് വേണേൽ ഞങ്ങൾ എഴുതി തരാം, നിങ്ങൾ പഠിച്ചു. ആ പ്രയർ അല്ല ഞാൻ പറഞ്ഞു. ആരും കേൾക്കാതെ ഒറ്റയ്ക്ക് കയറിയിരുന്നത് പ്രാർത്ഥിക്കണം. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. ഞാൻ നിങ്ങളോട് പ്രയറിൻ്റെ ഏറ്റവും പ്രത്യേകത, പ്രാർത്ഥന ചലനങ്ങൾ സൃഷ്ടിക്കും. പ്രാർത്ഥന എന്തുവാ എന്നോട് ദൈവാത്മാവ് പറയുകയാണ്, പ്രാർത്ഥന ചലനങ്ങൾ സൃഷ്ടിക്കും. 2025 തീരുന്നതിന് മുമ്പ് നീ പ്രാർത്ഥന ചിലതിനെ ചലിപ്പിക്കട്ടെ. നിന്റെ പ്രയർ യേശുവിന്റെ നാമത്തില് ഒരു ദൈവദാസന്റെ ബുക്ക് ഞാൻ വായിച്ചപ്പോൾ എനിക്കൊന്ന് ജോൺ വെസ്ലി ആണെന്നോ ഞാൻ ഓർക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആ ദൈവദാസൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, അദ്ദേഹം ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ ഇരിക്കുമ്പോൾ ആ ഗ്രാമം മുഴുവൻ അലറി വിളിച്ച് യേശുവിനെ സ്വീകരിച്ചു. ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയാ. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം, പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തെ വരെ തൊടാൻ പറ്റും. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ദൈവഹിതം അറിഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അത് ഫലം ചെയ്യും. ഞാൻ നിങ്ങളോട് പറയാം, ഒരിക്കലും ഒരു മാജിക്ക് പഠിക്കണ്ട.
ജീസസ് അനിപ്പാർഷകർ ഒരു അത്ഭുതമുണ്ട്, അതൊരു അത്ഭുതത്തിന്റെ പേനായ പ്രാർത്ഥിച്ചങ്ങോട്ട് തരും. അത് കുത്തുന്നവനല്ല, സമ്പത്തുണ്ടെന്നല്ല. ആ രീതി അല്ല ബൈബിളിൽ. ബൈബിളിന്റെ രീതി നിങ്ങൾ കേട്ടോണം. അവനവൻ പ്രാർത്ഥിച്ചു നേടണം. ഒരാമയും പറഞ്ഞാണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും പ്രാർത്ഥനയിൽ കരുത്തന്മാരാകണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. എനിക്ക് ഇടുക്കി ജില്ലയിൽ ഒരു പ്രയർ ടവർ ഉണ്ടായിരുന്നു ഒരു 20 വർഷം മുമ്പ്. അന്ന് ഞാനൊരു വീട് വെക്കുക, 7 പേര് അവിടെ പ്രാർത്ഥിക്കുന്നു. ഞാൻ വെക്കാൻ പോകുന്ന വീടിന്റെ പ്ലാൻ അവിടെ കൊണ്ട് കൊടുത്തപ്പോൾ അവരെ പ്ലാൻ വാങ്ങിച്ചു പറയാം, പെയിന്റ് അടുപ്പിച്ച് ഫർണിച്ചർ വരെ ഇടിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. പ്രാർത്ഥനയുടെ ധൈര്യം കൊണ്ടോ? അത് അവരുടെ കുടുംബസ്വത്തിൽ നിന്ന് കൊണ്ടൊന്നല്ല, ധൈര്യ. നിങ്ങൾക്കറിയാം, പ്രാർത്ഥിക്കുന്നവൻ ഉണ്ടാകുന്ന ധൈര്യം വേറെ ആർക്കും ഉണ്ടാവത്തില്ല. ആർക്ക് ധൈര്യമില്ലയോ അവര് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ, നീ ധൈര്യശാലിയാവും. ഞാൻ ഒരു ശബ്ദം കേൾക്കുക, പ്രാർത്ഥന ചിലയിടത്ത് ചലനങ്ങൾ സൃഷ്ടിക്കും. ഇപ്പോൾ നീ ചെന്ന് കയറിയതല്ല നിന്റെ ഭാവി, അതിനപ്പുറത്തൊന്ന് വെളിപ്പെടാനുണ്ട്. അത് ചലനങ്ങൾ ഉണ്ടാകട്ടെ. ഞാൻ വീണ്ടും പറയാം, പ്രാർത്ഥന ചിലർക്ക് ഫലിക്കും, പ്രാർത്ഥന ചിലർക്ക് ഫലിക്കും, പ്രാർത്ഥന ചിലർക്ക് ഫലിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അത് നിനക്ക് ഫലിക്കും. ഒരാമയും പറഞ്ഞു തുടങ്ങണം. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിൽ വിശ്വാസം കൂടെ പറ, പ്രാർത്ഥന ഫലിക്കുമെന്ന് പറ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഇന്നിന്റെ സന്തതിയെ നോക്കി പ്രവചിക്കണം. ദൈവഹിതം അറിഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോവാ. എത്ര പേര് എൻ്റെ കൂടെ ദൈവഹിതം അറിഞ്ഞ് ഇന്നൊടുവിൽ പാട്ട് പാടിയില്ലേലും ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കണം. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഇതല്ല നിന്റെ ലെവല്. യാക്കോബ് പ്രാർത്ഥിക്കുക, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. യേശുവിന്റെ നാമത്തിൽ എത്ര പേരതിനാമം എന്നെ ഉറക്കെ പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. യേശുവിന്റെ നാമത്തില്. നിങ്ങൾക്കറിയാമോ, ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു, അവന്റെ പേര് മാറ്റിയിട്ടു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, പ്രാർത്ഥിച്ചാൽ നിനക്കത് ലഭിക്കും. രണ്ടാമത്തെ ഒരു ദൂതൂടെ സ്തോത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവാ. യേശു തന്നെ പഠിപ്പിച്ച കാര്യമാണ്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം. മാർക്ക് ചാപ്റ്റർ 11 verse 24. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കും. യേശു അടുത്തൊരു സംഭവത്തോട് ബന്ധപ്പെട്ട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടായി വരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. അതൂടെ പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുക. ചിലരോടൊക്കെ ദൈവാത്മാ പറയാ, പ്രാർത്ഥിക്കുന്ന കാര്യം വിശ്വസിച്ചാൽ അത് നിനക്കുണ്ടാകും. അതവിടെ ഇല്ല, പക്ഷെ ഉണ്ടാകും. അതവിടെ ഇല്ല, ഉണ്ടാകും. നിന്റെ ആ വിഷയത്തിന് മറുപടി ഉണ്ടാകും. നിന്റെ ഈ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. അബ്രഹാമിന്റെ ചരിത്രത്തെ വിശ്വാസത്തിന്റെ കൊടുമുടിയിൽ കയറിയ ഏറ്റവും വലിയ ആളാ പൗലുസ്. ഈ പൗലുസിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാം. അതൊക്കെ പറഞ്ഞാൽ ഇന്ന് എത്ര മണിക്കൂറുകളിൽ യോഗം തീരത്തില്ല. നമുക്ക് അതൊന്നും ധ്യാനിക്കാനായിട്ട് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം ഒന്ന് എടുത്തി. 2 Corinthians chapter 4 verse 30, 13-ാമത്തെ വാക്യം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ്. പൗലോസ് പറയാ, ഞാൻ വിശ്വസിക്കുന്നു,
അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അതേ വിശ്വാസത്തിന്റെ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ എന്നിലുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കും. അവൻ വിശ്വസിക്കുന്നവന്റെ പ്രത്യേകത, അവൻ നിരാശ പറയത്തില്ല, വിശ്വാസം സംസാരിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ നമ്മുടെ വീടിനെ നോക്കി അങ്ങ് നിരാശ തന്നെ പറയാ, പാസ്റ്ററേ ബാങ്കുകാരെപ്പ വരുമെന്ന് അറിയത്തില്ല. ഞാൻ ഇതൊന്നും ഓർത്തല്ല ചർച്ച വന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളെ ഒന്ന് രക്ഷിക്കും, പക്ഷെ നിങ്ങൾ വേണ്ടവണ്ണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അച്ഛൻ പിന്നെ മാങ്ങ പറിക്കാൻ പോയേക്കുമായിരുന്നു. എന്നോട് പിണങ്ങരുത്, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ എവിടെ എന്താ ദൂത് പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ. വിശ്വസിക്കുന്നവൻ വിശ്വാസം സംസാരിക്കണം. അതേ വിശ്വാസത്തിന്റെ ആത്മാവാ ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നേ. പൗലോസ് പറയുക, സ്വതന്ത്രം വിശ്വസിക്കുന്നവൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ അതേ വിശ്വാസത്തിന്റെ ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു. നിങ്ങൾക്കറിയോ, ഈ വിശ്വാസമുള്ള ആൾക്കാരുടെ അടുക്ക പോയി ഇന്ന് വർത്താനം പറഞ്ഞാലേ എന്നാ ലെവലാന്നറിയോ. അവരോടൊക്കെ വർത്താനം പറഞ്ഞാൽ ഈ ചെറുക്ക് നുണ വയ്ക്കുന്ന ഭയങ്കര ആസ്വാദം. ഞാൻ നിങ്ങളോട് കരുതി, ഒരു നുണയന്മാരുമായിട്ട് കൂട്ടുവെക്കാതെ ഇരുന്നാൽ നീ സ്വർഗത്തിൽ പോവും. ഉള്ള സ്ഥലത്ത് വിശ്വാസം പറയുന്ന ആൾക്കാരുമായിട്ടൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞു തന്നാ എനിക്ക് തോന്നി. എന്നാലും ഒന്നുകൂടെ ഒന്ന് പറയുക. ഞാൻ ഒരിക്കൽ ഒരു ബിസിനസ്സുകാരനെടുക്ക ചെന്നപ്പോൾ ആ പുള്ളിക്കാരൻ ഇങ്ങനെ ഈ ബിസിനസ് അടുത്ത ലെവലിൽ എടുക്കുക. പുള്ളി അടുത്ത വണ്ടി എടുക്കാൻ പോവുക, അടുത്ത ഹെലികോപ്റ്റർ എടുക്കാൻ പോവുക, അവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന ആ ഹെലിപ്പാഡ് അവിടെ ഉണ്ടാക്കി. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക പുള്ളി. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരു സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു, പിന്നെ നമ്മുടെ ബാങ്കിൻ്റെ പൈസ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാ, കോടികളാ. ഉടനെ പുള്ളി ആ വന്ന സ്റ്റാഫിനോട് പറഞ്ഞു, നീ അവനോട് പറ അടുത്ത മാസം അടയ്ക്കാമെന്ന്. പുള്ളി പറഞ്ഞു, കഴിഞ്ഞ 6-7 മാസമായിട്ട് ഇത് തന്നെ പറഞ്ഞു. എടാ, ഇത് പറയുന്നതിനാണ് നിനക്ക് ശമ്പളം തരുന്നത്. അപ്പൊ ഈ ഹെലികോപ്റ്ററിന്റെ കാര്യവും ബ്രാൻഡ് ന്യൂ ബെൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ പുള്ളി വലിയ ടീമാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാ ഇച്ചിരി കഴിയുമ്പോൾ വേറൊരു പെൺകുട്ടി വന്നേച്ച് പറഞ്ഞു, നമ്മളെ വീടിന്റെ ലോണ് അത് അടയ്ക്കേണ്ട ലാസ്റ്റ് നീ അവരോട് പറ ഈ മാസം അടയ്ക്കും. സാറേ, കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മളതാ എടി ഇത് പറയാനാ നിനക്ക് ശമ്പളം തരുന്നത്. അപ്പൊ എന്നിട്ട് പുള്ളി എന്നോട് പറയാം, പാസ് അത് വിട. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു, അച്ഛാ കടമുണ്ടോ? പുള്ളി പറഞ്ഞ ടാറ്റായ്ക്കും ബെർലായ്ക്കും വരെ കടമുണ്ട്, പിന്നെ അന്നോ എൻ്റെ കടം. പാസ് അത് വിട. നിങ്ങൾക്കറിയാമോ, അത് പറഞ്ഞ മനുഷ്യനെ 1 വർഷം കഴിഞ്ഞ് ഞാൻ കാണുമ്പോൾ അദ്ദേഹത്തിന് മുഴുവൻ ലൈബിലിറ്റിയും തീർന്നു. ഇവിടെ എപ്പോഴാ പ്രശ്നം? നിന്റെ പ്രശ്നം യേശു അല്ല, വചനമല്ല, പരിശുദ്ധാത്മാവല്ല, നിന്റെ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലമാണ്. നിന്റെ ആ ചെറിയ ചെറിയ പ്രോബ്ലം. ബ്രദറെ, മോനെ ഇനി ആരൊരു വഴി തുറക്കും? നീ തല കുത്തി നിന്ന് എൻ്റെ കൊച്ചിൻ്റെ ഒരു വഴി മനുഷ്യർ തുറക്കത്തില്ല. ഇതെല്ലാം തുറപ്പിക്കുന്ന ഒരു സ്ഥലമാണ് മേളിൽ. അവിടവുമായിട്ടാണ് നിന്റെ ഇടപാട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. നമ്മുടെ ചർച്ച വരുന്ന ഒരു സിസ്റ്ററെ മോനെ പോലീസ് പിടിച്ചു. ചിങ്ങവനെ പോലീസാണ് പിടിച്ചത്. അമ്മ അന്നേ പാവന്നേ. അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ, പക്ഷേ ഒന്ന് പാഷക്ക് മേളിലെങ്ങാണം ബന്ധമുണ്ടോ? ഞാൻ പറഞ്ഞ മേളിലേ ബന്ധമുള്ളൂ. നമുക്ക് എവിടാ ബന്ധമുള്ളേ? പറ. മുകളില. അഭിമാനം കൊള്ളും, നമ്മുടെ പിടി മേളില. അമ്മ എന്നോട് ചോദിച്ചു, SI പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞ അതിലും മേളിലാന്ന് പറഞ്ഞു. അപ്പൊ എന്നാ പിന്നെ C ആയിരിക്കും. ഞാൻ പറഞ്ഞ അതിലൊക്കെ മേളില. എന്നാ പിന്നെ DYSP ആയിരിക്കും. ഞാൻ പറഞ്ഞ അല്ല, അതിലും മേളില. എന്നാ പിന്നെ SP ആയിരിക്കും. അതിലൊക്കെ ഒത്തിരി മേളില. എന്നാ മന്ത്രി ആയിരിക്കും. എവിടെ ആയാലും വേണ്ടിയുള്ളൂ പറയണേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആൻറ്റി ചെന്നാ മതി. അവനെ ആയുസ് വിടത്തിൽ ജയിലിൽ കയറ്റുന്നു. അവിടെ ചെന്നപ്പം ആ SI അമ്മയെ കസാര എടുത്തേച്ച് പറഞ്ഞു, അമ്മയെ വിളിച്ചു വരുത്തിയത് അമ്മയുടെ മോൻ 3 പേരെയും വെച്ചോണ്ട് ബൈക്കേ പോയാ. മേലാൽ അവന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ബൈക്ക് കൊടുത്താൽ ഇവൻ മാത്രമേ പോകാവൂ, അല്ലെ അടുത്തടുത്തുള്ള പോയി ഹെൽമെറ്റ് വെച്ചോളൂ. ഇത് അമ്മയോട് പറയാൻ വേണ്ടിയാ. സ്തോത്രം. അമ്മ ഇറങ്ങിയാച്ച എന്നോട് പറഞ്ഞു, മേളിൽ നിന്ന് വിളിച്ചായിരുന്നല്ലോ. ഇന്ന് പിന്നെ നമ്മൾ വിളിച്ചായിരുന്നു. നിങ്ങൾ മിണ്ടാത്ത തന്നെ. നിങ്ങളുടെ ഏത് കേസ് ഇങ്ങോട്ടതുണ്ട് നമ്മൾ വിളിപ്പിക്കാം. ഞാൻ തുറന്നു പറയാം, ധൈര്യ
നിന്റെ ഏത് കേസ് കൊണ്ട് നമ്മൾ ഇടപെടുത്തിക്കാം. ഒരാമയും പറഞ്ഞാട്ടെ. നിനക്കൊരുത്തനെ ബന്ധം വേണ്ട, നിന്റെ ഏറ്റവും വലിയ ബന്ധം ഉയരത്തിലാണ്. തിരിച്ചറിവുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ പ്രസംഗം നിർത്തുക, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതുണ്ടായി വരും. അപ്പൊ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ കാര്യം വിശ്വാസത്തിന്റെ കൊടുമുടി കയറിയ പൗലോസ് വെളിപ്പെടുത്തുക. എന്റെ ദൈവം ആരാന്നറിയാം? മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ അധികം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയും, ഈ ദിവസങ്ങളിൽ ചിലത് ഉണ്ടായി വരും. നിന്റെ സന്തതി മേൽ ചിലത് ഉണ്ടായി. എത്ര പേരുടെ ഉള്ളിലാ ആ ദൂത് വെളിപ്പെടുന്നുണ്ട്? ഈ ദിവസങ്ങളിൽ ചിലത്. ഇന്ന് ദൂത് ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ വീട്ടിൽ നന്മ ഉണ്ടായി വരട്ടെ, നിന്റെ വീട്ടിൽ അനുഗ്രഹം ഉണ്ടായി വരട്ടെ, നിന്റെ വീട്ടിൽ സമൃദ്ധി. നിന്റെ വീടിന്റെ ശൂന്യത പൊട്ടുന്നു, നിന്റെ വീടിന്റെ ദാരിദ്ര്യം. ഇത് നീ തന്നെ ചെയ്യണം. ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. യേശു, നിന്റെ വീട് വിശ്വാസം കൊണ്ട് നിറയട്ടെ, നിന്റെ ഫ്രണ്ട് സർക്കിൾ വിശ്വാസം. എത്ര പേരുടെ ഉള്ളിൽ ഇന്ന് ദൈവഹിതം അറിഞ്ഞ് പ്രാർത്ഥിച്ചേ, ദൈവഹിതം അറിഞ്ഞ് പ്രാർത്ഥിച്ചേ. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകമല്ല, ആത്മാവിൽ പ്രാർത്ഥിച്ചേ, ആത്മാവിൽ പ്രാർത്ഥിച്ചേ. മനുഷ്യനിലുള്ള ആത്മാവ് മനസ്സിലാക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിലുള്ളത് മനസ്സിലാക്കുന്നു. ഞാൻ ഈ മീറ്റിംഗ് മെസ്സേജ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യം മാത്രം പറയാം. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കും, ലഭിക്കും, ലഭിക്കും. വസ്തു വിൽക്കണമെന്നൊക്കെ പ്രേരണയുള്ളവർക്ക് ആ ആധാരം എടുത്ത് കൈവച്ച് പ്രാർത്ഥിക്കണം. ലോർഡ്, പുതിയ വസ്തു വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വേണ്ട സ്ഥലം ഒരു പേപ്പറിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. വരട്ടെ. നിന്റെ കൈ ഫണ്ടില്ല, പക്ഷെ അത് തരുന്നവൻ ദൈവമാ. എന്നെ സ്നേഹിക്കുന്നവൻ ഞാൻ വസ്തുവാകെ അവകാശമാക്കി കൊടുക്കും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ചിലത് ഉണ്ടായി വരും. വിശ്വസിക്കുന്ന ചില പ്രതിസന്ധി നിനക്ക് വന്നത് വിശ്വസിക്കാനാ, ചില പ്രതികൂലം നിനക്ക് വന്നത് വിശ്വസിക്കാനാ, ചില പോരാട്ടം നിനക്ക് വന്നത് ഒരു ചോദ്യം മാത്രം ചോദിക്കട്ടെ. ലോർഡ്, ഇന്ന് തൊട്ട് എത്ര പേര് കരഞ്ഞ് പ്രാർത്ഥിക്കും? കരഞ്ഞ്. നിന്നെ സഹായിക്കാൻ ഒരു മനുഷ്യനും വേണ്ട. നിന്നെ സഹായിക്കത്തില്ലെന്ന് തീരുമാനിച്ചവൻ നിന്നെ വിളിച്ച് സഹായിക്കും. ഈ കണ്ണുനീരിന് അത്ര വിലയാ. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. ആ കൈ രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഈ വചനം വിശ്വസിക്കുന്നവരാ രണ്ട് കൈ ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് എന്നോട് ചേർന്ന് പറഞ്ഞ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ പ്രയർ നിർത്തത്തില്ല. ശബ്ദം പോരാല്ലോ, കോട്ടയംകാർക്ക് ശബ്ദമുള്ളതാണല്ലോ. ഒന്ന് പറഞ്ഞേ, യേശുവേ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ പ്രയർ നിർത്തത്തില്ല. ഓ ജീസസ്, ഊണിലും ഉറക്കത്തിലും പ്രാർത്ഥിക്കണം. എന്നോട് ദൈവാത്മാവ് പറയാം, നിന്റെ വീടിന്റെ അന്തരീക്ഷം പൊട്ടാൻ പോവുക. നിന്റെ വീടിന്റെ അന്തരീക്ഷത്തിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് അത് കഴിയും. നിന്റെ പ്രയറിന് എനിക്ക് കാണാം ചിലരുടെ ഉള്ളില് ഭയങ്കര ദൈവപ്രവൃത്തി നടക്കാൻ പോവാ. കണ്ണാടി വെച്ച് അച്ഛനൊന്ന് കൈ ഉയർത്തിക്കേ, അച്ഛനൊന്ന് കൈ ഉയർത്തിക്കേ. അച്ഛാ, നിങ്ങളുടെ അടുക്കൽ കർത്താവ് വന്ന് നിൽക്കുക. എനിക്ക് നിങ്ങളെ വലിയ പരിചയമില്ല, പക്ഷെ എന്നെ കർത്താവ് ഒരു കാഴ്ച കാണിക്കുക. ലോർഡ്, ലോർഡ്, നിന്റെ നിലവിളി ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നിനക്ക് മോളിൽ നിന്ന് സഹായം വരാൻ പോവാ. ലോർഡ്, നിന്റെ വീടിനകത്ത് വലിയ പ്രാർത്ഥന അന്തരീക്ഷം ദൈവം വെളിപ്പെടുത്താൻ പോവാ. നിന്റെ വീടിനകത്തുനിന്ന് വിഘടിപ്പിക്കുന്ന ആത്മാവ്, ഛിദ്രിപ്പിക്കുന്ന ആത്മാവ് ഇന്ന് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുക. നിന്റെ വീടിനകത്ത് മഹത്വം ഇറങ്ങത്തക്കവണ്ണം. ഓ
ഞാൻ വ്യക്തികളെ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത് ചിലരോടൊക്കെ കർത്താവിന്റെ ആത്മാവ് പറയുക, നിന്റെ വീടിന്റെ അന്തരീക്ഷത്തെ പ്രാർത്ഥന ഇളക്കി മറിക്കാൻ പോവുക, പ്രയർ ഇളക്കി മറിക്കാൻ പോവുക. നിന്റെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ, കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. ഇന്ന് ആശീർവാദം പറയുന്നതിന് പേര് 2 ദൂത് പറയാം. ഒന്ന്, പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കും. പ്രാർത്ഥനയിൽ ചിലത് ഉണ്ടായി വരും. ഇപ്പോൾ ഒരു വഴിയില്ല. ഈ ദിവസങ്ങളിൽ വെട്ടിക്കിളിയെ ശാസിക്കുന്ന പോലെ നിന്റെ നന്മയെ തിന്നുകളയുന്ന ആ സ്പിരിറ്റിനെ മനസ്സിലാക്കുന്നവർ ദൈവത്തിനോട് സ്തോത്രം ചെയ്തേ. അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് അന്യഭാഷകളിൽ ഒരു 5 മിനിറ്റ്, ഒരു 3-4 മിനിറ്റ്. ഞാൻ മെസ്സേജ് ഇച്ചിരി നേരത്തെ നിർത്തിയത് മീറ്റിംഗ് ക്ലോസ് ചെയ്യാനല്ല, ഒന്ന് ആത്മാവി പ്രാർത്ഥിച്ചേ. എത്ര പേര് തയ്യാറാ? യെസ്. ഇല്ലാത്തവർ സ്തുതി സ്തോത്രങ്ങളാൽ പ്രാർത്ഥിച്ചേ. അന്യഭാഷ. യെസ്. നിനക്ക് എങ്ങനെ നിയോഗമുണ്ടോ അങ്ങനെ പ്രാർത്ഥിച്ചേ. സംതിങ് ഹാപ്പൻ. എന്തോ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തോ യെസ്. അതി കണ്ടോ, ചിലരുടെ അകത്ത് വലിയ അതി ദൂര ചലനങ്ങൾ. ദൈവഹിതം അറിഞ്ഞ് പ്രാർത്ഥിച്ചേ. ദൈവഹിതം അറിഞ്ഞ് ഇത് പറഞ്ഞു വിടുവല്ല, ഇത് ചെയ്യിപ്പിക്കുക ഇവിടെ. യെസ്. നിർത്തരുത്. ആരും മൗനമായിക്കരുത്. എല്ലാ അധരങ്ങളും ചലിക്കണം, എല്ലാ കൈകളും നിർത്തരുത്. എന്തോ സംഭവിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്തോ സംഭവിക്കാൻ പോകുന്നു. നിന്റെ പ്രാർത്ഥന ഫലിക്കും, നിന്റെ പ്രയർ ഫലിക്കും. തൊടണ്ടിടത്തെ പ്രയർ തൊടട്ടെ. പ്രാർത്ഥന തൊടുകയാ. പ്രാർത്ഥന ഫലിക്കും. ഇന്ന് തന്നെ ഫലിക്കും. ഇന്ന് തന്നെ. Oh